നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയുണ്ട്. തൻ്റെ പ്രിയതമയായ പിടക്കോഴിയുടെ മരണത്തിൽ മനംനൊന്ത ഒരു പൂവൻ കോഴി ഹൃദയം പൊട്ടി മരിക്കുന്ന രംഗമാണത്. ഒരു പിടക്കോഴിയുടെ ശവത്തിന് ചുറ്റും അല്പനേരം ചുറ്റി നടന്ന പൂവൻ കോഴി പിന്നെ അതിൻ്റെ അടുത്ത് ചത്തുമലച്ച് വീഴുന്നതാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത്. തുടർന്ന് അതിൻ്റെ ക്യാപ്ഷനിലും വിവരണത്തിലും ഒരുപോലെ പറയുന്നുണ്ട് ഒരു കാര്യം: ഈ പൂവൻ കോഴി തൻ്റെ ഇണയുടെ വേർപാടിനെ തുടർന്ന് ഹൃദയം പൊട്ടി മരിച്ചുവെന്നാണത്. ഇതാണ് യഥാർത്ഥ സ്നേഹം എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ വൈറലാകുന്നത്. ഈ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം പരിശോധിച്ചുകൊണ്ട് ശാസ്ത്ര പ്രചാരകനും പ്രഭാഷകനുമായ ബൈജു രാജ് ചില നിരീക്ഷണങ്ങൾ നടത്തിയത് ശ്രദ്ധേയമാണ്. ഇക്കാര്യം ബൈജു രാജ് ഇങ്ങനെ പറയുന്നു: കോഴികൾക്ക് കരുണയും സഹതാപവും സ്നേഹവും ഒക്കെയുണ്ട്. സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളുടെ അടുത്തേക്ക് ഓടി വരുന്ന കോഴികളുടെ വീഡിയോ നാം കാണാറുണ്ട്. കോഴികൾക്ക് ആളുകളെയും സ്ഥലവുമെല്ലാം ഓർത്തു വയ്ക്കാൻ സാധിക്കാറുണ്ട്. അവയ്ക്ക് സ്നേഹിക്കാനുള്ള കഴിവുമുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ കോഴി എത്രമാത്രം സ്നേഹം കാണിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കോഴി ഒരു സമൂഹ ജീവിയാണ്. അതിൻ്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ അതിന് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ തൻ്റെ പ്രീതമ മരിച്ചാൽ ഇത്രമാത്രം വിഷമം അതിനുണ്ടാകുമോ? അതിന് ഇതുവരെ ശാസ്ത്രലോകത്തിന് തെളിവൊന്നുമില്ല. എന്നാൽ കോഴികളും കിളികളുമെല്ലാം പെട്ടെന്ന് പേടിക്കുന്നവരാണ്. അങ്ങനെ അവയ്ക്ക് ഹാർട്ട് അറ്റാക്കും ഉണ്ടാകാറുണ്ട്. ഏകദേശം 250-300 വരെയാണ് ഒരു മിനിറ്റിൽ കോഴിയുടെ ഹാർട്ട് ബീറ്റ്. മനുഷ്യന് വെറും 70-75 ഒക്കെയാണ്. അതിൻ്റെ 4 ഇരട്ടിയാണ് കോഴിയുടെ ഹാർട്ട് ബീറ്റ്. അതുകാരണം തന്നെ അതിന് ഹൃദയസ്തംഭനം പെട്ടെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹമ്മിങ് ബേഡുകളാണെങ്കിൽ ഒരു മിനിറ്റിൽ 1200 ഒക്കെയാണ് ഹൃദയസ്പന്ദനത്തിൻ്റെ നിരക്ക്. അതായത് ഒരു സെക്കൻഡിൽ 20 തവണ. അതുകാരണം ഹമ്മിങ് ബേഡുകൾക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നു. ഇനി ആരെങ്കിലും അതിന് CPR കൊടുക്കുകയോ ഒന്ന് അനക്കി കൊടുക്കുകയോ ചെയ്താൽ അതിന് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഹാർട്ട് വർക്കിംഗ് ആവും. അതുപോലെ കോഴികൾക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും ബ്രോയിലർ കോഴികൾക്ക്. അതിൻ്റെ ശരീരഭാരം വളരെ കൂടുതലായിരിക്കും. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലെ CCTV ദൃശ്യങ്ങളിൽ ഇത് പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ നമുക്ക് നേരിട്ട് കാണാനുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും. വീഡിയോ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും: കോഴിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ക്യാമറാമാൻ വീഡിയോ സ്റ്റഡിയായി നിർത്തിയിട്ടുണ്ട്. കുറേ സമയം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകാം. ഇടയ്ക്ക് കട്ടാവുന്നുണ്ടെന്ന് വ്യക്തമാണ്. ഒരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയ പോലെയാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിനകം ആ വീഡിയോയുടെ ഭാഗങ്ങളിൽ കോഴി ഞൊണ്ടി വളരെ പ്രയാസപ്പെട്ടാണ് പിടക്കോഴിയുടെ മുന്നിലേക്ക് വരുന്നത്. വരുമ്പോൾ തന്നെ അത് വല്ലാതെ ആടുന്നുമുണ്ട്. സത്യത്തിൽ ഈ പൂവൻ കോഴി പിടക്കോഴിയുടെ അടുത്തേക്ക് വരുന്നത് ഇണചേരുന്നതിന് വേണ്ടിയാണ്. അതിന് ഈ വീഡിയോയിൽ പറയുന്നത് പോലെ സ്നേഹമുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ചെയ്തതിൻ്റെ പിന്നാമ്പുറത്ത് ഈ കോഴിക്ക് വിഷം കഴിക്കാൻ കൊടുക്കുകയോ കുത്തിവയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുകാരണമാണ് കോഴി ഇങ്ങനെ ആടി വരുന്നത്. അത് പിടക്കോഴിയുടെ അടുത്ത് ഇണചേരാനായിട്ട് വന്നു. പക്ഷേ വിഷം ഉള്ളിൽ ചെന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തയാൾ ഒരു കഥയുണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആനിമൽ അബ്യൂസാണ്. നിത്യവും ഇതുപോലെ എത്രയെത്ര കള്ളക്കഥകളാണ് നമ്മുടെ വാട്സാപ്പിലെ ബുദ്ധിജീവികൾ പടച്ചുവിടുന്നത്. ഇതൊക്കെ കണ്ട് വിശ്വസിക്കാനും അത്ഭുതപ്പെടാനും നമ്മുടെ ജീവിതം പിന്നെയും ബാക്കി.